इसमें क्या मेरी खता, तुम्हें देखे मेरी आँखें, इसमें क्या मेरी खता, तुम्हें देखे। ഈ തോന്നിവാസികളൊക്കെ വിളിച്ചോണ്ടൊന്ന് കൂത്താടാൻ ഇതെന്താ ക്ലബ്ബാണെന്ന് വിചാരിച്ചോ? ഇയാളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവര് വന്നത്. പിന്നെ ഞങ്ങൾ വിളിച്ചാണോ വന്നത്? താല്പര്യം ഇല്ലെങ്കിൽ പറയണം. താല്പര്യമില്ല. ഈ വാദ്യാരി പണി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ പണിക്ക് വന്നത്. ഒരു കാര്യം ചെയ്യ്, എന്റെ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ച 10 ലക്ഷം ഇല്ലേ, അത് തന്നേക്ക്. എന്തൊന്നും മിണ്ടാത്തെ? അല്ല, അതിപ്പോ പെട്ടെന്ന് എങ്ങനെ ചോദിച്ചാ എങ്ങനെയാ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ശരിക്കിരുന്ന് ആലോചിച്ചോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. ഒറ്റയ്ക്കല്ല, കുറച്ചു മുമ്പ് തോന്നിയാസുകൾ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടില്ലേ, അവരെ കൊണ്ട് തന്നെ വരും. ഈ തോന്നിവാസികളൊക്കെ വിളിച്ചോണ്ടൊന്ന് കൂത്താടാൻ ഇതെന്താ ക്ലബ്ബാണെന്ന് വിചാരിച്ചോ? ഇയാളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവര് വന്നത്. പിന്നെ ഞങ്ങൾ വിളിച്ചാണോ വന്നത്? താല്പര്യം ഇല്ലെങ്കിൽ പറയണം. താല്പര്യമില്ല. ഈ വാദ്യാരി പണി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ പണിക്ക് വന്നത്. ഒരു കാര്യം ചെയ്യ്, എന്റെ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ച 10 ലക്ഷം ഇല്ലേ, അത് തന്നേക്ക്. എന്തൊന്നും മിണ്ടാത്തെ? അല്ല, അതിപ്പോ പെട്ടെന്ന് എങ്ങനെ ചോദിച്ചാ എങ്ങനെയാ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ശരിക്കിരുന്ന് ആലോചിച്ചോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. ഒറ്റയ്ക്കല്ല, കുറച്ചു മുമ്പ് തോന്നിയാസുകൾ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടില്ലേ, അവരെ കൊണ്ട് തന്നെ വരും. ഈ തോന്നിവാസികളൊക്കെ വിളിച്ചോണ്ടൊന്ന് കൂത്താടാൻ ഇതെന്താ ക്ലബ്ബാണെന്ന് വിചാരിച്ചോ? ഇയാളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവര് വന്നത്. പിന്നെ ഞങ്ങൾ വിളിച്ചാണോ വന്നത്? താല്പര്യം ഇല്ലെങ്കിൽ പറയണം. താല്പര്യമില്ല. ഈ വാദ്യാരി പണി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ പണിക്ക് വന്നത്. ഒരു കാര്യം ചെയ്യ്, എന്റെ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ച 10 ലക്ഷം ഇല്ലേ, അത് തന്നേക്ക്. എന്തൊന്നും മിണ്ടാത്തെ? അല്ല, അതിപ്പോ പെട്ടെന്ന് എങ്ങനെ ചോദിച്ചാ എങ്ങനെയാ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ശരിക്കിരുന്ന് ആലോചിച്ചോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. ഒറ്റയ്ക്കല്ല, കുറച്ചു മുമ്പ് തോന്നിയാസുകൾ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടില്ലേ, അവരെ കൊണ്ട് തന്നെ വരും. ഈ തോന്നിവാസികളൊക്കെ വിളിച്ചോണ്ടൊന്ന് കൂത്താടാൻ ഇതെന്താ ക്ലബ്ബാണെന്ന് വിചാരിച്ചോ? ഇയാളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവര് വന്നത്. പിന്നെ ഞങ്ങൾ വിളിച്ചാണോ വന്നത്? താല്പര്യം ഇല്ലെങ്കിൽ പറയണം. താല്പര്യമില്ല. ഈ വാദ്യാരി പണി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ പണിക്ക് വന്നത്. ഒരു കാര്യം ചെയ്യ്, എന്റെ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ച 10 ലക്ഷം ഇല്ലേ, അത് തന്നേക്ക്. എന്തൊന്നും മിണ്ടാത്തെ? അല്ല, അതിപ്പോ പെട്ടെന്ന് എങ്ങനെ ചോദിച്ചാ എങ്ങനെയാ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ശരിക്കിരുന്ന് ആലോചിച്ചോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും.
ഒറ്റയ്ക്കല്ല, കുറച്ചു മുമ്പ് തോന്നിയാസുകൾ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടില്ലേ, അവരെ കൊണ്ട് തന്നെ വരും. ഈ തോന്നിവാസികളൊക്കെ വിളിച്ചോണ്ടൊന്ന് കൂത്താടാൻ ഇതെന്താ ക്ലബ്ബാണെന്ന് വിചാരിച്ചോ? ഇയാളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവര് വന്നത്. പിന്നെ ഞങ്ങൾ വിളിച്ചാണോ വന്നേ? താല്പര്യം ഇല്ലെങ്കിൽ പറയണം. താല്പര്യമില്ല. ഈ വാദ്യാരി പണി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ പണിക്ക് വന്നത്. ഒരു കാര്യം ചെയ്യ്, എന്റെ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ച 10 ലക്ഷം ഇല്ലേ, അത് തന്നേക്ക്. എന്തോന്നും മിണ്ടാത്ത? അല്ല അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാ എങ്ങനെയാ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ശരിക്കിരുന്ന് ആലോചിച്ചോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. ഒറ്റയ്ക്കല്ല, കുറച്ചു മുമ്പ് കൊണ്ടു പൂജിച്ചാൽ കൈക്കൊള്ളുമല്ലോ നീ പൊന്നു കൊണ്ടാകിലും തൃപ്തിയല്ലോ. ഒന്നുമില്ലെങ്കിലും നിന്നാമം ചൊല്ലിയാലെല്ലാം കൊടുക്കുന്ന മൂർത്തിയല്ലോ. കായംകുളം CPM ഏരിയ കമ്മിറ്റി അംഗം NDAയിലേക്കെന്ന സൂചന. NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി KL പ്രസന്നകുമാരി. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ന്യൂസ് 18 പാർട്ടിയിൽ വിഭാഗീയതയെന്ന് ആരോപിച്ച സൗദി അറേബ്യയിൽ ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കാൻ നിയമസഹായ കമ്മിറ്റി 34 കോടി രൂപ ഇന്ത്യൻ എംബസി വഴി കൈമാറും. ധനമന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി തേടും. റഹീമിന്റെ മടങ്ങിവരവ് കാത്തു കുടുംബം. ഇസ്രായേലിനെ 48 മണിക്കൂറിനകം ഇറാൻ ആക്രമിച്ചേക്കുമെന്ന US രഹസ്യാന്വേഷണ വിഭാഗം. സിറിയയിലെ ഇറാൻ എംബസി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ നീക്കം. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ജോ ബൈഡൻ. കായംകുളം CPM ഏരിയ കമ്മിറ്റി അംഗം NDAയിലേക്കെന്ന സൂചന. NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി KL പ്രസന്നകുമാരി. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ന്യൂസ് 18 പാർട്ടിയിൽ വിഭാഗീയതയെന്ന് ആരോപിച്ച സൗദി അറേബ്യയിൽ ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കാൻ നിയമസഹായ കമ്മിറ്റി 34 കോടി രൂപ ഇന്ത്യൻ എംബസി വഴി കൈമാറും. ധനമന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി തേടും. റഹീമിന്റെ മടങ്ങിവരവ് കാത്തു കുടുംബം. ഇസ്രായേലിനെ 48 മണിക്കൂറിനകം ഇറാൻ ആക്രമിച്ചേക്കുമെന്ന US രഹസ്യാന്വേഷണ വിഭാഗം. സിറിയയിലെ ഇറാൻ എംബസി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ നീക്കം. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ജോ ബൈഡൻ. കായംകുളം CPM ഏരിയ കമ്മിറ്റി അംഗം NDAയിലേക്കെന്ന സൂചന. NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി KL പ്രസന്നകുമാരി. കൂടിക്കാഴ്ച